സംസ്ഥാനത്ത് വ്യാഴാഴ്ച 2.71 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തും. 140 മണ്ഡലങ്ങളിലെയും വോട്ടർമാർ വോട്ടിംഗ് മെഷീനിൽ വിരൽ അമർത്തുന്നതോടെ സംസ്ഥാന ഭരണത്തിന്റെ വിധി നിർണ്ണയിക്കപ്പെടും. 2 ലക്ഷത്തോളം പേർ ഇതിനകം വീട്ടിലിരുന്ന് വോട്ട് ചെയ്തു. എല്ലായിടത്തും ഒരുക്കങ്ങൾ പൂർത്തിയായി. സംസ്ഥാനത്ത് 140 പോളിംഗ് കളക്ഷൻ സെന്ററുകളും 43 സ്ഥലങ്ങളിലായി 140 കൗണ്ടിംഗ് കേന്ദ്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കൈവശം വോട്ടർ ID കാർഡ് ഇല്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് വോട്ടെടുപ്പിന് ഹാജരാക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക്, തൊഴിലുറപ്പ് പദ്ധതി ജോബ് കാർഡ്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ്, പെൻഷൻ രേഖകൾ ഫോട്ടോ സഹിതം, സർക്കാർ ജീവനക്കാരുടെ ID കാർഡ്, ഭിന്നശേഷിക്കാർക്കുള്ള UD ID കാർഡ് എന്നിവ ഉപയോഗിച്ച് വോട്ട് ചെയ്യാം. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ക്യൂ നിൽക്കാതെ വോട്ട് ചെയ്യാൻ റാമ്പ് സൗകര്യവും വോളണ്ടിയർമാരുടെ സഹായവും ലഭിക്കും. പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. വടകരയിലെ LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ ഓർക്കാട്ടേരി LP സ്കൂളിലെ 46-ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യും. UDF സ്ഥാനാർത്ഥി KK രമ ഏറാമല പഞ്ചായത്തിലെ നെല്ലാച്ചേരിയിലെ നമ്പർ 37 ബൂത്തിൽ നെല്ലാച്ചേരി LPയിൽ വോട്ട് രേഖപ്പെടുത്തും. MJ ഹയർ സെക്കൻഡറി സ്കൂൾ അമരാവതിയിലെ 9-ാം നമ്പർ ബൂത്തിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K ദിലീപ് വോട്ട് രേഖപ്പെടുത്തും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.